ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി അത്ര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനൊന്നല്ല കേട്ടോ വീഡിയോ ചെയ്യുന്നത്. നമ്മള് ഷാർജയില് ഇപ്പൊ അടുത്തൊരു പെൺകുട്ടി 28 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു. അവരുടെ കൂടെ തന്നെ അവരുടെ മകളെയും കൂടിയിട്ട് കെട്ടി അങ്ങനെ ഹാങ് ചെയ്ത് മരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഈ ഒരു ന്യൂസ് കേട്ടിട്ട് എനിക്ക് 2-3 ദിവസമായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാള് സ്വന്തമായിട്ട് സൂയിസൈഡ് ചെയ്യാൻ മാത്രല്ല സ്വന്തം മോളെ അങ്ങനെ കൊല്ലണമെങ്കിൽ അവര് എന്തൊക്കെ രീതിയിൽ അത്രയും മനസ്സ് മടുത്തിട്ടായിരിക്കും അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്തിയിട്ടുണ്ടാവുക. ഏറ്റവും കൂടുതൽ ഇപ്പോ ചില ആൾക്കാർ പറയും ജീവിക്കാൻ ഭയങ്കരമായിട്ട് ധൈര്യം വേണം. പക്ഷെ ജീവിക്കാനുള്ള ധൈര്യത്തിനെക്കാട്ടും കൂടുതൽ മരിക്കാനാണ് ധൈര്യം വേണ്ടത്. സ്വന്തമായിട്ട് ഒരു ജീവൻ എടുക്കണമെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടിരിക്കണം. ഇപ്പോ ആ ഒരു കുട്ടിക്ക് അവരുടെ ലൈഫ് നഷ്ടപ്പെട്ടു, ആ ഒരു സ്ത്രീക്ക് നഷ്ടപ്പെട്ടു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഈ പെൺകുട്ടികളുടെ അമ്മമാര് മാത്രം പെൺകുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്, നീ വേറെ വീട്ടിലേക്ക് പോകാനുള്ളതാണ്, നീ ഇങ്ങനെ ചെയ്യണം, നീ അങ്ങനെ ചെയ്യണം, ആരെന്ത് പറഞ്ഞാലും കേട്ടാലും എന്ത് പറഞ്ഞാലും മറുപടി ഒന്നും പറയരുത്, ഒക്കെ അനുസരിച്ച് നിൽക്കണം, വേറൊരു വീട്ടിൽ കയറി ചെല്ലാനുള്ളതാണ്. അതുപോലെ തന്നെ ആൺകുട്ടികളുടെ അച്ഛന്മാരും അമ്മമാരും പറയുന്നത് ഒരു കുടുംബത്തിലേക്ക് പറ്റിയ ഒരു പെൺകുട്ടിയാവണം, കുടുംബത്തിലേക്ക് പറ്റിയ ഒരു പെൺകുട്ടിയാവണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കുടുംബങ്ങളും ഡിഫറെന്റ് ആണ്. ഇപ്പൊ എൻ്റെ ഒരു കുടുംബം പോലെയല്ല നിങ്ങളുടെ ഒരു കുടുംബം ഉണ്ടാവുക. ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരുടെയും പല വീടുകളും വീട്ടിലെ കൾച്ചറും സെറ്റിങ്സും എല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പോ 10, 24, 25 വയസ്സ് വരെ വളർന്ന് വലുതായിട്ട് പെട്ടെന്ന് ഈ ഒരു കുട്ടീനെ വേറൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ട് പോകാം. അതും ഒട്ടും അൺകംഫർട്ടബിൾ അല്ലാത്ത ഒരു എൻവയോൺമെന്റും എല്ലാ രീതിയിലും ഇപ്പോ കുറ്റം പറയുന്ന അല്ലെങ്കിൽ കുത്തുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവളുടെ ജീവിതം അവിടെ കഴിഞ്ഞ്. അപ്പോ ആവശ്യമില്ലാത്ത എന്ത് പറഞ്ഞാലും നമ്മൾ കേട്ട് കണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ മോശമായിട്ട് ആരെങ്കിലും എന്ത് പറഞ്ഞാലും നമുക്കത് നല്ല രീതിയിൽ മറുപടി പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പിന്നെ ആരും ഇപ്പോ ഡിവോഴ്സ് എന്നുള്ളൊരു കാര്യത്തിനെ പേടിച്ചിട്ടാണ് ആ ഒരു പെൺകുട്ടി ഇവിടെ സൂയിസൈഡ് ചെയ്തിട്ടുള്ളത്. ഡിവോഴ്സ് നോട്ടീസ് ഭർത്താവിന്റെ സൈഡിൽ നിന്ന് അവർ ഫയൽ ചെയ്തു, നോട്ടീസ് കൊടുത്തു. അപ്പോ ഇനി എങ്ങനെയാണ് കൊച്ചിനായിട്ട് ജീവിക്കുക എന്നുള്ള ഒരു പേടിയിലായിരിക്കാം ഈ ഒരു സൂയിസൈഡിലേക്ക് അവരെ നയിച്ചിട്ടുണ്ടാവുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫൊക്കെ എല്ലാ ഗേൾസിന്റെയും എല്ലാ ബോയ്സിന്റെയും ഇപ്പൊ ഒരു സൊസൈറ്റി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇത്രമാത്ര വയസ്സിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി വേണം, ആ ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കണം, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര മാസം അല്ലെങ്കിൽ ഇത്ര വർഷത്തിനുള്ളിൽ ഒരു കുട്ടിയാവണം, ആ ഒരു കുട്ടിയായി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ പോകണം. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു വർഷത്തിനുള്ളിൽ 2 വ്യക്തികൾ കൂടി കല്യാണം കഴിഞ്ഞ് ഒരു വർഷത്തോളം ജീവിച്ചു കഴിയുമ്പോഴാവും ഇവരുടെ യഥാർത്ഥ സ്വഭാവങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയുക. അപ്പൊ ആ 2 വ്യക്തികൾക്കും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഈ പറയുന്ന നാട്ടുകാരും ഈ പറയുന്ന അമ്മമാരും ഈ പറയുന്ന ചുറ്റിനുള്ള ആൾക്കാരൊന്നും നമ്മളെ ജീവിതകാലം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടാവുന്നില്ല. അവരെന്ത് പറയുന്നത് നമ്മൾ കേട്ട് ഇങ്ങനെ ക്ഷമിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട്. ആ ഒരു ക്ഷമിച്ചു നിൽക്കണമെങ്കിൽ അതിന്റെ കൂടെ എന്തും വേണം, സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, കോമ്പറ്റബിലിറ്റി എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ വേണം. അതില്ലാണ്ട് നമ്മളെല്ലാം കേട്ട് ക്ഷമിച്ച് അവരെന്ത് പറഞ്ഞാലും കേട്ട് അങ്ങനെ നിൽക്കാൻ നമ്മളൊരു പ്രോപ്പർട്ടി അല്ല. ഇപ്പൊ ചില ആളുകൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ, പെണ്ണും മണ്ണും നന്നാക്കിയ നന്നാവും. അതുപോലെ തന്നെ പെണ്ണും മണ്ണും രണ്ടും രണ്ട് സാധനമാണ്. മണ്ണിന് ജീവൻ എന്ന് പറഞ്ഞ സാധനമില്ല. ഇതിന് നല്ല വളങ്ങളും നല്ല വെള്ളവും എല്ലാ കാര്യങ്ങളും ഇട്ട് കൊടുത്താലാണ് ഒരു മണ്ണ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസ് ആയിട്ട് പോവുള്ളൂ. അതുപോലെ തന്നെയാണ് പെൺകുട്ടിയും. ഒരു പെൺകുട്ടീനെ വേറൊരു വീട്ടിലേക്ക് ഇങ്ങനെ പറിച്ചു നടുന്ന ഒരു ഇതാണ് കല്യാണം എന്ന് പറയുന്നത്. അപ്പൊ അതിന് പറ്റിയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചെക്കന്റെ വീട്ടുകാരൊന്ന് ശ്രദ്ധിക്കുക. അല്ലാതെ പെണ്ണും മണ്ണും നന്നാവും എന്ന് പറഞ്ഞിട്ട് പെണ്ണിനെ എന്തും പറയുക. അതുപോലെ തന്നെ പെൺകുട്ടിക്ക് കൂടുന്ന സ്വർണം പോരെ, അല്ലെങ്കിൽ ഏട്ടന്റെ വൈഫിന്റെ അത്ര സ്വർണം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ പോലെയല്ല കാണാൻ, ബോഡി ഷെയിം ചെയ്ത് അങ്ങനെ കൊണ്ടുപോകാനുള്ളതല്ല ഒരു കല്യാണ ജീവിതം എന്ന് പറയുന്നത്. അപ്പോ ഈ ആൺകുട്ടികളെ വളർത്തുന്ന എല്ലാ അമ്മമാരോടും പറയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മക്കളെ വളർത്തുക. അവർക്ക് ഒരു പെൺകുട്ടീനെ കൊണ്ടുവരാനുള്ളതാണ്. അപ്പൊ നീ ഇങ്ങനെ ചെയ്യല്ലേ, നീ ഇങ്ങനെ ചെയ്യണം എന്ന് ആൺകുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങള്
പറയാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഇന്ന കാര്യങ്ങൾ പറയുന്നത് തെറ്റാണ്. ഇപ്പൊ നമുക്ക് കുറെ നിയമങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഉണ്ട്. അതുപോലെ തന്നെ ഗാർഹിക പീഡന നിരോധന നിയമം, അതുപോലെ തന്നെ അങ്ങനെ കുറെ നിയമങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് വെർബൽ അബ്യൂസ്, എന്താണ് ഡൊമസ്റ്റിക് അബ്യൂസ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അബ്യൂസ് എന്താണ്. അങ്ങനെ പല പല അബ്യൂസുകളെ പറ്റിയിട്ട് ഓരോ നിയമങ്ങളും പറയുന്നുണ്ട്. ഈ നിയമങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. ബോഡി ഷെയ്മിങ് എന്താണ്, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് മക്കളെ വളർത്തുക. അല്ലാതെ ഭംഗി കുറവുള്ള പെൺകുട്ടികൾക്ക് കൂടുതൽ സ്വർണം കിട്ടും എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിക്കാനുള്ള ഒരു ഏർപ്പാടല്ല കല്യാണം. അതുപോലെ തന്നെ ഇതൊരു ബിസിനസ്സും അല്ല. പിന്നെ പെൺകുട്ടികളെ ഇങ്ങനെ എന്താ പറയാ, ഈ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ഇങ്ങനെ ജീവ എടുക്കുന്ന, ഇപ്പൊ ഒത്തിരി പേര് പെൺകുട്ടികളൊക്കെ ഇത് കാണുന്നുണ്ടായിരിക്കാം. ജീവ എടുക്കുന്ന ആൾക്കാരോടേക്ക് പറയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ലൈഫ് ആകുമ്പോൾ ഒത്തിരി പ്രോബ്ലംസ് നമുക്ക് വരും. അതിലൊന്നും തളരാതിരിക്കുക. ഇപ്പൊ നമ്മള് ലൈഫ് സൂസൈഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ഫാമിലിക്ക് പോവുള്ളൂ. നമ്മളെ അച്ഛനും നമ്മളെ അമ്മയ്ക്കും അല്ലെങ്കിൽ ഏട്ടനോ നമ്മളെ ഫാമിലിക്ക് മാത്രമേ പോവുള്ളൂ. എന്താ വെച്ചാൽ ഇപ്പൊ ഈ വിസ്മയുടെ കാര്യം വന്നു. വിസ്മയുടെ ഹസ്ബൻഡ് ഇപ്പൊ ജാമ്യത്തിൽ ഇറങ്ങി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ന്യൂസൊക്കെ. ആർക്കാ പോയത്? അവരുടെ വിസ്മയ്ക്കും വിസ്മയുടെ അച്ഛനും അമ്മയ്ക്കും പോയിട്ടുണ്ടാവും. വേറെ ആർക്കും പോവാനില്ല. അതുപോലെ തന്നെയാണ് ഏതൊരു ആണുങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് എന്ത് കഴിഞ്ഞോ അടുത്ത ആഴ്ച തന്നെ വേറെ കല്യാണം നോക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ വേറൊരു ലൈഫ് പുതിയതായിട്ട് തെരഞ്ഞെടുത്ത് അവരങ്ങനെ അവരുടെ ഭാഗ്യം പോകും. നമ്മളുടെ ലൈഫും നമ്മളുടെ ഫാമിലിയുടെ ആ ഒരു ഇതൊക്കെ കാത്തു സൂക്ഷിക്കാൻ നമ്മളാണ്. അതുകൊണ്ട് തന്നെ ആരും ഇങ്ങനെയുള്ള കുഞ്ഞു എന്താ പറയാ ലൈഫ് ഒന്നും മടുക്കാതെ അത് സ്വന്തമായിട്ട് എടുക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പെൺകുട്ടികളുടെ അമ്മമാരോടും അച്ഛന്മാരോടൊക്കെ പറയാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൊസൈറ്റി പലതും പറയും എന്ന് പേടിച്ചിട്ട് മക്കളുടെ കൂടെ നിൽക്കാതിരിക്കരുത്. നിങ്ങൾക്ക് ആകെ ഒരു മോളാണെങ്കിലും അവരെന്താണോ പറയുന്നത് അവര് വെറുതെ പറയില്ല. അവരെന്തെങ്കിലും അങ്ങനെയുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പറ്റാതെ വരുമ്പോഴാണ് അവര് എപ്പോഴും അതേ പാരന്റ്സിന്റെ അടുത്ത് പറയാം. ഇപ്പോ ഞാൻ ഇങ്ങനെ പറയാൻ തന്നെ കാരണം ഞാനിപ്പോ ഇങ്ങനെ ഒരു ഫേസിൽ കൂടെ കടന്നു പോകുന്നത്. ഏപ്രിൽ 18-ാം തീയതി എന്റെ കല്യാണം കഴിഞ്ഞു. ഫസ്റ്റ് ആനിവേഴ്സറി കഴിഞ്ഞു. അതിന് മുന്നേ തന്നെ അത് മൂന്നോ 4 മാസം അവിടെ നിന്നിട്ടുള്ളൂ. അതിനുശേഷം കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എനിക്ക് പറ്റുന്നില്ല, ഒപ്പം പോവാൻ പറ്റുന്നില്ല. കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ക്ഷമിച്ച വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആഫ്റ്റർ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ തീരെ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛനെ വിളിക്കാൻ വന്നു. പക്ഷെ എൻ്റെ ഫാമിലിയിൽ തന്നെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിനാ വിളിച്ചു വിടുന്നേ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എൻ്റെ ഫാമിലി എൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാവരും സ്ട്രോങ് ആയിട്ടിരിക്കുക. നമ്മള് വീക്കായിട്ട് പോകുന്നൊക്കെ ഉള്ള ദിവസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ബി സ്ട്രോങ് എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു ഫേസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ദിവസം വരും. നമുക്ക് നല്ലൊരു ജോലിയായിട്ട് ഇപ്പോ നമ്മൾ നോക്കുമ്പോൾ എന്റെ ജോലി ഇല്ല. ഇപ്പോ ഫാമിലി ലൈഫ് ആണെങ്കിലും ഞാൻ സ്റ്റക്കായി നിൽക്കുന്നു. പക്ഷെ ഇത് കഴിഞ്ഞ് നമ്മളിപ്പോ ഞാൻ ഇപ്പൊ കുറെ കാര്യങ്ങൾ പഠിച്ചു, കുറെ ആളുകളെ പഠിച്ചു, കുറെ മുഖങ്ങൾ പഠിച്ചു. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ല ലൈഫ് എന്തായാലും അപ്പുറത്തുണ്ട്. അത് വരുമ്പോ നമുക്ക് പിന്നീട് ഇത് തിരിഞ്ഞു നോക്കുമ്പോ ഇങ്ങനെയുള്ള ബാഡ് ഡേയ്സ് ഒക്കെ കാരണമാണ് ഞാൻ ഇവിടെ എത്തിയത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കാണുള്ളൂ. നമ്മളെ ഫാമിലി നമ്മളെ കൂടെ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ എല്ലാ അച്ഛനും അമ്മയും സ്വന്തം മക്കളെ പ്രൊട്ടക്ട് ചെയ്യുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. നന്ദി.